ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു റിനീസ് വേൾഡ്. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ടോപ്പിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. കാരണം നമ്മൾ പിന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു പാറ്റേൺ മാത്രം പറഞ്ഞു പോകുന്ന സമയത്ത് തികച്ചും ബിഗിനേഴ്സിനായിട്ടുള്ളവർക്ക് കൂടുതൽ കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഇതെങ്ങനെയാണ് മാർക്ക് ചെയ്തത്, നെക്ക് എങ്ങനെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്, ഇത് എവിടുന്ന്, അങ്ങനെ കുറേ സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് നമ്മളൊരു ടോപ്പ് കറക്റ്റായിട്ട് അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് കട്ട് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്ന ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ പുതിയ പുതിയ പാറ്റേൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ആദ്യം തന്നെ പറയുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലോത്ത് എടുക്കുന്ന സമയത്ത് 4 ഫോൾഡ് ചെയ്യണം. ഏത് ക്ലോത്ത് എടുക്കുന്ന സമയത്ത് നമ്മൾ ടോപ്പിനായിക്കോട്ടെ പാൻറ്റിനായിക്കോട്ടെ നമ്മൾ ക്ലോത്ത് എടുക്കുന്നത് 4 വേണം നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൽ ഫസ്റ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ലെങ്ത് ആണ്. നമുക്ക് എത്രയാണോ നമ്മുടെ ടോപ്പിൻ്റെ ലെങ്ത്ത് വേണ്ടത് അത് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. ടോപ്പിൻ്റെ ലെങ്ത്ത് എത്രയാണോ അതിനോടൊപ്പം നമ്മൾ മടക്കി അടിക്കാനുള്ള 1 ഇഞ്ച് 2 ഇഞ്ചും കൂടി എക്സ്ട്രാ നമ്മൾ വിട്ടുകൊള്ളണം കേട്ടോ. പിന്നെ നമ്മൾ 45 ഇഞ്ചിലാണ് ഇവിടെ ടോപ്പിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊരു മാക്സി ബിറ്റാണ്, 290 മീറ്റർ വരുന്നുള്ളൂ. ഈ ഒരു മീറ്ററിൽ തന്നെ നമുക്ക് ഫുൾ സ്ലീവ്, ഒരു XXL സൈസിലുള്ളവർക്ക് ഫുൾ സ്ലീവും കൂടി നമ്മൾ ഇതിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യുക എന്നുള്ളതും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. കട്ട് പീസ് ജോയിൻ ചെയ്യാതെ തന്നെ പ്ലെയിൻ ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്ന രീതിയിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമ്മൾ ഇതൊരു XXL സൈസ് ആയതുകൊണ്ട് തന്നെ 8.5 ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ 9 ഇഞ്ച് നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് XXL സൈസാർക്ക് 8.5 ഷോൾഡർ മാർക്ക് ചെയ്തവർക്ക് 8.5 തന്നെ ആം ഹോൾ മാർക്ക് ചെയ്താൽ മതിയാവും കേട്ടോ. പക്ഷേ അതേ സ്ഥാനത്ത് കുറച്ചും കൂടി ചെസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു കൈവണ്ണൊക്കെ അധികം ഉള്ളവർക്ക് നമ്മൾ 9 ഇഞ്ചാണ് കൊടുക്കാറ്. അപ്പോൾ നമ്മൾ അവിടെ 9 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ചെസ്റ്റ് അളവാണ്. അപ്പോൾ ചെസ്റ്റ് അളവ് നമുക്ക് വരുന്നത് 11.5 ഇഞ്ചാണ്. അപ്പോൾ വീണ്ടും ഞാൻ പറയാം, ഇതൊരു XXL സൈസാണ്. അപ്പോൾ 11.5 ഇഞ്ചാണ് നമ്മളിതിൻ്റെ ചെസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ XL സൈസിൻ്റെത് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ വീഡിയോസിലുണ്ട്. ഞാൻ ജസ്റ്റ് ഇതിൽ അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഷെയർ ആക്കാം കേട്ടോ. XL സൈസും നമ്മൾ കറക്റ്റായിട്ട് ഇതേപോലെ ചെയ്തിട്ടുള്ള വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതും നമ്മളിവിടെ കൊടുക്കാം. അപ്പോൾ 11.5 ഇഞ്ചിനോടൊപ്പം നമുക്ക് എക്സ്ട്രാ എത്ര വേണം, 1.5 ഇഞ്ചോ 2 ഇഞ്ചോ അതും കൂടി നമ്മൾ മാർക്ക് ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ ആ ഒരു കർവ്, നമ്മുടെ ആ കൈക്കുഴി നമുക്കൊന്ന് വരച്ച് കൊടുക്കാം. അതും കറക്റ്റായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1.5 ഇഞ്ച് ഇതേപോലെ ടാപ്പ് വെച്ചിട്ട് ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഇങ്ങനെ വരച്ച് പോകട്ടോ. ആ ഒരു എൻഡിലേക്ക് നമുക്കിങ്ങനെ ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. ആ ഒരു നമ്മുടെ ആം ഹോളിൻ്റെ ആ ഒരു സ്ട്രെയിറ്റ് വരച്ചിട്ട് അതിൻ്റെ പകുതിയിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ആ ഒരു കർവിലേക്ക് അങ്ങനെ വരച്ച് പോയാൽ അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ വേണ്ടി നമുക്ക് നെക്കിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളാണ്. നെക്ക് 3.5 ഇഞ്ചാണ് നമ്മൾ വിടുത്ത് കൊടുക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് ലെങ്ത്ത് എത്ര വേണമെങ്കിലും ഒരു 7 ഇഞ്ച് വരെ നമുക്ക് കൂട്ടാം. ബാക്കിൽ നമ്മൾ 3.5 ഇഞ്ച് വിടുത്തും ലെങ്ത്തും 3.5 ഇഞ്ച് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പം നമ്മൾ ബാക്ക് പാർട്ട് മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ നെക്ക് ക്യാൻവാസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ നെക്ക് നമ്മൾ കട്ട് ചെയ്യേണ്ട കേട്ടോ. ബാക്ക് പാർട്ടിൽ നെക്ക് മാത്രം കട്ട് ചെയ്താൽ മതി. അത് കട്ട് ചെയ്യുന്ന സമയത്ത് ക്ലോത്ത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ നീളത്തിൽ വെച്ചിട്ട് ഇതേപോലെ ഫോൾഡിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് സെപ്പറേറ്റ് ചെയ്യാൻ സുഖമാണ് കേട്ടോ. അല്ലാതെ നമ്മൾ 4 ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം രണ്ടും കൂടി കട്ട് ചെയ്യാതെ വേണം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു റൗണ്ട് ഷേപ്പാണ് കൊടുത്തിട്ടുള്ളത്. റൗണ്ട് നെക്കാണ് നമ്മൾ ബാക്കിൽ കൊടുക്കുന്നത്. ഇത്രയാണ് നമ്മുടെ ഒരു ഫസ്റ്റ് പോർഷൻ വരുന്നത്. പിന്നെ ഒരു 1/2 ഇഞ്ചിൽ നമ്മുടെ ഷോൾഡറിൻ്റെ സ്ലോപ്പും കൂടി നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ. ഇതേപോലെ നമ്മൾ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ സ്ലോപ്പ് വരച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ കൈക്കുഴി ഒരു 1/2 ഇഞ്ചിൽ കൂടി കുഴിച്ച് നമുക്ക് വെട്ടാണ്ട് കേട്ടോ. അതും കൂടി നമ്മൾ മാർക്ക് ചെയ്താൽ നമ്മുടെ ആ ഒരു പോർഷൻ കഴിയും. പിന്നെ നമുക്ക് ഷേപ്പ്, പിന്നെ നമ്മുടെ ഹിപ്പ്, അങ്ങനെയുള്ള മാർക്കിംഗ് ആണ് വരുന്നത്. ഒരു 1/2 ഇഞ്ച് നമ്മൾ കൈക്കുഴി വരച്ചതിനോട് തൊട്ട് ഒരു 1/2 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ആ 1/2 ഇഞ്ച് കുഴിച്ച് നമുക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ വെട്ടുന്ന സമയത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആദ്യം പോയിട്ട് നന്നായി കുഴിച്ച് വരച്ചത് വെട്ടരുത്. വെട്ടുമ്പോൾ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഫസ്റ്റ് പോയിട്ട് നമ്മൾ ആദ്യത്തെ ആ കൈക്കുഴി വെട്ടിയിട്ട് മറ്റേത് സെപ്പറേറ്റ് ചെയ്ത് ഫ്രണ്ട് പോർഷൻ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം ഒന്ന് കുഴിച്ച് വെട്ടാനും കാര്യങ്ങളൊക്കെ കേട്ടോ. അങ്ങനെ ഈ ഒരു രീതിയിൽ വരച്ചിട്ട് ബുദ്ധിമുട്ട് വരുന്നവർ എന്ത് ചെയ്യണം, വരയ്ക്കാതെ വെച്ചിട്ട് കൈക്കുഴി കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് നമ്മൾ ഒന്നും കൂടി അറേഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് പിന്നെ കട്ട് ചെയ്താലും മതി കേട്ടോ. അങ്ങനെ കൺഫ്യൂഷൻ വരുന്നവർക്ക്. പിന്നെ നമുക്ക് വരുന്ന നമ്മുടെ ഷേപ്പ് ഒരു 15 ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. 21 ഇഞ്ചിലാണ് നമ്മുടെ ഹിപ്പ് റൗണ്ട് വരുന്നത്. അവിടെ ഒരു 21 ഇഞ്ചിൽ നമ്മൾ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അവിടെയുള്ള അളവ് കാര്യങ്ങളൊന്ന് മെഷർ ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ 15 ഇഞ്ചിൽ നമുക്ക് എത്രയാണോ നമ്മുടെ ഷേപ്പിൻ്റെ അളവ് വരുന്നത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. 10.5 ഇഞ്ചാണ് കേട്ടോ നമ്മുടെ ഷേപ്പ് വരുന്നത്. അപ്പോൾ 10.5 ഇഞ്ച് നമ്മൾ ഷേപ്പ് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ 1.5 ഇഞ്ചാണ് ലൂസ് കൊടുക്കുന്നത് കേട്ടോ. 1.5 ഇഞ്ചേ കൊടുക്കുന്നുള്ളൂ. 1.5 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ഹിപ്പിൻ്റെത് നമ്മളൊരു ഹിപ്പ് നമുക്ക് കൂടുതൽ നമ്മൾ 11.5 ഇഞ്ച് കൊടുത്താൽ മതി. പക്ഷേ ബാക്കൊക്കെ കുറച്ചും കൂടി കൂടുതലുള്ളവർക്ക് നമ്മളൊരു 12 ഇഞ്ച് നമുക്ക് എടുക്കാം കേട്ടോ. 11.5 ഇഞ്ച് നിങ്ങൾ മാർക്ക് ചെയ്താൽ മതി. ഇത് കുറച്ചും കൂടി തടി കാര്യങ്ങളുള്ളവർക്ക് നമ്മൾ 12 എടുക്കുക. 1 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ കൊടുക്കുന്നുള്ളൂ. ഹിപ്പിൻ്റെ അവിടെ നമ്മൾ 1 ഇഞ്ചേ കൊടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് 1.5 ഇഞ്ച് 2 ഇഞ്ചൊക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സൈഡ് ഓപ്പൺ അടിക്കുന്ന സമയത്ത് കുറേ ക്ലോത്ത് ഉള്ള പോലെ ഉണ്ടാവും. പിന്നെ അത് അടിച്ചിട്ട് ഒരു ഫിനിഷിങ് ലുക്കൊന്നും വരില്ല. അപ്പോൾ 1 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഈ ജോയിൻ ചെയ്ത് അവിടെ മാർക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ആ ജോയിൻ ചെയ്തിട്ട് പിന്നെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ ആ ലെങ്ത്തിലേക്ക് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒന്ന് വരച്ച് പോയാൽ മതി. കാരണം അവിടെ ഹിപ്പാണ് ഏറ്റവും കൂടുതലുള്ളത്. ആ ഒരു സൈസ് തന്നെ മതി. നമുക്ക് താഴത്തുള്ള അടിവീതി ഇല്ലേ, അത് ആ ഒരു വീതി തന്നെ മതി. എക്സ്ട്രാ കൂട്ടാനോ കുറയ്ക്കാനോ നിൽക്കേണ്ട. ആ ഒരു ഇതിൽ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് വരച്ച് പോവാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ടോപ്പ് ചെയ്യുന്ന സമയത്തുള്ള കാര്യമായിട്ടുള്ള മെഷർമെൻറ്റ് കാര്യങ്ങൾ ഒക്കെ കേട്ടോ. പിന്നെ നമുക്ക് ബാക്ക് പാർട്ടിലെ നെക്ക് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ വീണ്ടും പറയാം, നമ്മൾ കൈക്കുഴി വെട്ടുന്ന സമയത്ത് ആദ്യം പോയി കുഴിച്ച് വെട്ടിയിട്ടുള്ളത് വെട്ടരുത് കേട്ടോ. പിന്നെ ഇതേപോലെ ക്ലോത്ത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം ബാക്ക് പോർഷനിലുള്ള നെക്ക് കട്ട് ചെയ്യാൻ. അതേപോലെ തന്നെ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ആ കൈക്കുഴി നന്നായി ഒന്ന് കുഴിച്ച് വെട്ടാനൊക്കെ 2 പീസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം കേട്ടോ ചെയ്യാൻ. അതൊന്ന് ശ്രദ്ധിക്കുക. ഇതിൽ നമ്മൾ ബാക്ക് പാർട്ടിൽ നെക്ക് കട്ട് ചെയ്യുക. ഫ്രണ്ട് പാർട്ടിലാണ് പിന്നെ നമുക്ക് കൈക്കുഴി കുഴിച്ച് വെട്ടാനുള്ളതും ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ഷോൾഡറിൻ്റെ സ്ലോപ്പ് ഉണ്ട്, അതും നമ്മൾ കട്ട് ചെയ്യട്ടോ. ഇതിപ്പോൾ ഒരു ഡബിൾ എക്സൽ സൈസുകാരെ മെഷർമെൻറ്റും കാര്യങ്ങളാണ്. നമ്മൾ എക്സൽ സൈസിലുള്ളത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. അല്ലെങ്കിൽ അത് കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടോ. നമ്മൾ ചെയ്തിട്ടുണ്ട്. ചില സമയത്ത് നമ്മൾ ലിങ്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു നമ്മൾ ഉദ്ദേശിച്ച വീഡിയോൻ്റെ ലിങ്ക് ചിലപ്പോൾ കിട്ടണമെന്നില്ല. എൻ്റെ ഫോണിൽ എന്തോ പ്രശ്നമായിട്ടാണെന്ന് അറിയില്ല. ചില സമയത്ത് ആ ഒരു ലിങ്ക് നമുക്ക് കിട്ടുന്നില്ല. ബാക്കോട്ട് അടിച്ചാലും ഫുള്ളായിട്ട് പോകാമെന്നല്ലാണ്ട് അത് കിട്ടുന്നില്ല. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഫസ്റ്റ് വന്ന വീഡിയോസാണ് പിന്നെ നമുക്ക് ലിങ്ക് ഷെയർ ചെയ്യാൻ കഴിയുന്നത്. ആദ്യം ചെയ്ത വീഡിയോസിൻ്റെ ലിങ്ക് നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബാക്കിലേക്കൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നില്ല. ആ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്ക് നെക്ക് നമ്മൾ വേറെ കട്ട് ചെയ്തു. ഫ്രണ്ട് പാർട്ടിൽ ആ കുഴിച്ചിട്ട് നമ്മൾ കൈക്കുഴിയില്ലേ, അത് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. പിന്നെ 21 ഇഞ്ചിലാണ് നമ്മൾ ഹിപ്പ് മാർക്ക് ചെയ്തത്. അവിടെയാണ് നമുക്ക് നമ്മുടെ സൈഡ് ഓപ്പൺ വരുന്നത്. അപ്പോൾ അത് കറക്റ്റ് സൈഡ് ഓപ്പൺ എവിടെയാണ് വരുന്നതെന്ന് കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഇതേപോലെ 4 ക്ലോത്തും കൂടി ഒരുമിച്ച് വെക്കുന്ന സമയത്ത് തന്നെ അതേപോലെ ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ എവിടെ നിന്നാണ് സൈഡ് ഓപ്പൺ സ്റ്റാർട്ട് ചെയ്യുന്നത്, എവിടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തേണ്ടതെന്നൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പം ആ ഒരു പോർഷൻ കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഫുൾ സ്ലീവ് നമുക്ക് ഈ ഒരു ഇത്രയും മീറ്ററിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ബാക്കി വരുന്ന പോർഷനാണ് ഇത്. ഈ ഒരു പോർഷന് നമുക്ക് നിവർത്തി വെച്ചിട്ട്, അതായത് നമ്മൾ ക്ലോത്ത് ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ താഴത്തുനിന്ന് മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു താഴത്ത് കട്ട് ചെയ്ത പോർഷനില്ലേ, അവിടെ നിന്നാണ് നമ്മൾ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തത്. ഏറ്റവും എൻഡിന് നമ്മൾ ഫോൾഡിങ് ആയി കിടക്കുകയായിരുന്നു. അപ്പോൾ ആ ഫോൾഡിങ് ഉള്ള ഭാഗത്ത് വരുന്ന ക്ലോത്താണ് ഇങ്ങനെ. അപ്പോൾ കുറച്ചും കൂടി ക്ലോത്ത് നമുക്ക് കിട്ടും. ആ ഫോൾഡിങ് നമ്മൾ മാറ്റാതെ ഓപ്പണായി കിടന്ന് കട്ട് ചെയ്ത ഭാഗമല്ലേ, നമ്മുടെ ആ ഒരു മാക്സി ഫിറ്റ് ആവുന്ന സമയത്ത് താഴത്ത് കട്ടിങ് വരുന്ന ഭാഗത്തു നിന്നാണ് നമ്മൾ ആ ഒരു മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ താഴത്തേക്കാണ് അങ്ങനെ മെഷർമെൻ്റ് ഒക്കെ എടുത്ത് പോയത്. അപ്പോൾ അങ്ങനെ ഫോൾഡിങ് വരുന്ന ഭാഗം നമ്മൾ ഇതേപോലെ നിവർത്തിട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നീളത്തിലൊരു പീസ് കിട്ടും. പക്ഷേ ഇവിടെ നമുക്ക് ഒരു പീസ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടി വരും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ കൈക്കുഴി നമുക്കൊരു 10 ഇഞ്ച് ലെങ്ത്ത് വീതി കിട്ടൂല. ഇവിടെ ലെങ്ത്ത് 23-21 ഇഞ്ച് വരെ നമുക്ക് ലെങ്ത്ത് കിട്ടുന്നുണ്ട്. അതേസമയത്ത് നമുക്ക് വീതി നമ്മുടെ ആ കൈയിൻ്റെ അവിടെ നമുക്കൊരു 2 ഇഞ്ച് നമുക്ക് കുറവുണ്ട്. ആ ഒരു ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം, പീസ് വെച്ച് ജോയിൻ ചെയ്താൽ ഇവിടെ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ലീവ് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ.
2 ഇഞ്ച് തന്നെ വേണമെന്നില്ല, 1.5 ഇഞ്ചിൻ്റെ ഒരു ചെറിയൊരു കുറവേ നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാനൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഈ ഒരു കാർഡ്ബോർഡ് വെച്ചിട്ട് നമ്മൾ സ്ലീവൊക്കെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ്. 10 ഇഞ്ച് വീതിയിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ സ്ലീവിൻ്റെ മാത്രമുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കാണട്ടെ. എളുപ്പമാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ 10 ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ട് സൈഡിൽ നമ്മളൊരു 3 ഇഞ്ച് കൊടുക്കും, താഴത്തെ 1 ഇഞ്ച് കൊടുക്കും, അതിലേക്ക് ക്രോസ് ആയിട്ട് വരയ്ക്കും. പിന്നെ അതിൻ്റെ സെൻറ്റർ കൂടി നമ്മൾ ആ ഒരു ഷേപ്പ് വരച്ചിട്ടാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുക. അപ്പം നമുക്ക് അവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഇതേപോലെ 4 പീസ് ക്ലോത്ത് വേണം കേട്ടോ. 4 പീസ് ക്ലോത്ത് എടുത്തിട്ട് വേണം ഇതേപോലെ അതിൻ്റെ ആ ഒരു ഷേപ്പിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് കൊടുക്കുക. അങ്ങനെ മാർക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ജോയിൻ ചെയ്യാനും അതേപോലെ തന്നെ കുറച്ച് വീതിയുള്ള തുണി, അതായത് ഇപ്പോൾ 1.5 ഇഞ്ച് മതി നമുക്ക് അവിടെ നിന്ന് വെച്ചിട്ട് 1.5 ഇഞ്ച് മാത്രം കറക്റ്റായിട്ട് എടുക്കാതെ ആ സ്റ്റിച്ചിങ് ജോയിൻ ചെയ്യുന്ന ഒരു ഇഞ്ചും കൂടി എക്സ്ട്രാ കൂട്ടിയിട്ട് ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് വരെ നമ്മൾ ക്ലോത്ത് എടുക്കട്ടോ. അപ്പം അങ്ങനെ ക്ലോത്ത് നമ്മൾ ആ ഒരു ഷേപ്പിന് അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 4 പീസ് വേണേ, ഒരു പീസല്ല 4 പീസ് വേണം. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് സ്ലീവിൻ്റെ 2 സൈഡ്, ഒരു സ്ലീവിൻ്റെ 2 സൈഡും വെക്കണം, മറ്റേ സ്ലീവിൻ്റെ 2 സൈഡും വെക്കണം. അങ്ങനെ 4 പീസ് നമുക്ക് വേണം ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഷേപ്പിന് തന്നെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതും കൂടി അറ്റാച്ച് ചെയ്ത് ജോയിൻ ചെയ്യുക. പിന്നെ നമ്മൾ സ്ലീവ് വെക്കുന്ന പോലെ തന്നെ അങ്ങനെ സ്ലീവും വെച്ച് പോകട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരു 290 മീറ്ററിൽ നമുക്ക് അതും ഫുൾ സ്ലീവ് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ ജോയിൻ പീസ് അങ്ങനെ ചെയ്യാതെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് ഈ ഒരു പീസ് നമുക്ക് കിട്ടും. അത് ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കട്ടോ. നമ്മൾ മാക്സിൽ പിന്നെ ഫുൾ ലെങ്ത്ത് എടുക്കുന്നതിനെ കൊണ്ട് നമുക്കത് കിട്ടില്ല. ടോപ്പിൽ നമ്മൾ 45 അല്ലേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു പീസ് ക്ലോത്ത് കിട്ടും. അതേസമയത്ത് നൈറ്റിയിലൊക്കെ ആകുമ്പോൾ നമ്മൾ എങ്ങനെയായാലും പീസ് ജോയിൻ ചെയ്യേണ്ടി വരും. കാരണം 54 ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആ നൈറ്റി പീറ്റിൽ അത്ര ക്ലോത്ത് ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ സൈഡിൽ നിന്ന് നമ്മൾ ജോയിൻ ചെയ്തിട്ടാണ് മുക്കാൽ ഒരു 3/4 ലെങ്ത്ത് വരെ നമ്മൾ എത്തിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒരു ടോപ്പിൽ കറക്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ ഇനി ചെയ്യാത്തവർക്ക് ചെയ്യാൻ തോന്നും. എന്തായാലും കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാതെ. പിന്നെ മെഷർമെൻറ്റ് കറക്റ്റ് ആയിരിക്കണം കേട്ടോ. ഏതൊരു പാറ്റേൺ ചെയ്യുകയാണെങ്കിലും നമ്മൾ ഇടുന്ന വീഡിയോസും നമ്മൾ ചെയ്യുന്ന വീഡിയോസൊക്കെ ആ ഒരു മോഡൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ മെഷർമെൻറ്റ് കറക്റ്റ് ആയിരിക്കണം. ഇപ്പോൾ എക്സൽ ചെയ്യേണ്ടവർ പോയിട്ട് XL സൈസ് വെച്ചിട്ട് ചെയ്താൽ അത് പക്ക പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ല. അവിടെ സൈഡ് ഓപ്പൺ ബോറായിട്ട് തോന്നും, അല്ലാതെ എല്ലാം ബോറായിട്ട് തോന്നും. നമ്മളെ കൈക്കുയിൻ്റെ അവിടെ ഒക്കെ നമുക്ക് ബോറായിട്ട് തോന്നും. കാരണം അവിടെ എല്ലാം മെഷർമെൻറ്റ് വ്യത്യാസം വരും. ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ. പക്ഷേ ആ ഒരു മെഷർമെൻറ്റിൽ നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. XL സൈസ് ആണെന്നുണ്ടെങ്കിൽ XL സൈസ് ചെയ്യാം. എക്സൽ സൈസ് ആണെന്നുണ്ടെങ്കിൽ അതിന് മെഷർമെൻറ്റ് കറക്റ്റായിട്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമ്മൾ XL സൈസിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് 1.5 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 1.5 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തതിൻ്റെ അവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമ്മളങ്ങനെ ഷേപ്പൊക്കെ നമ്മൾ നോർമൽ സ്റ്റിച്ച് ചെയ്യില്ലേ, കൈയിൻ്റെ അവിടെ നിന്ന് അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഷേപ്പിൻ്റെ ഒരു ഹിപ്പിൻ്റെ അവിടെ വരെ നമ്മൾ ഷേപ്പിങ്ങും കൊടുത്തിട്ട് നമ്മളവിടെ നിർത്തിയിടുക ചെയ്യുക. അങ്ങനെ 2 സ്റ്റിച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ സൈഡ് ഓപ്പൺ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ സ്റ്റിച്ചിങ് വീഡിയോയും കൂടി ഉൾപ്പെടുത്താതെ അത്രയും ലോങ് ആയി പോകും. പിന്നെ അത് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും കൂടി ഉണ്ടായിട്ടാണ്. അപ്പം ടോപ്പ് ഇത്ര കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പിന്നെ സ്റ്റിച്ചിങ് വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. ഇപ്പോൾ ക്യാൻവാസും കൂടി കട്ട് ചെയ്യുന്നത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. പിന്നെ ബാക്കിൽ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. ക്രോസ് പീസിൻ്റെ വീഡിയോ ഇഷ്ടംപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ക്രോസ് പീസ് 2 ഇഞ്ച് വീതിയിൽ നമ്മൾ കട്ട് ചെയ്യുക. ബാക്കി വരുന്ന പീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അതിൽ നമ്മൾ 2 ഇഞ്ചിൽ നമ്മൾ ക്രോസ് പീസ് എടുക്കാം. ഇതേപോലെ ഉണ്ടാകും നമുക്ക് പീസ് വന്നിട്ടുള്ളത്. അത് ഇതേപോലെ നമ്മൾ ജോയിൻ ചെയ്തെടുക്കണേ. എന്നാലേ നമുക്ക് ആ ഒരു കൈക്കുയിൻ്റെ അവിടെ ഒരു പ്രശ്നം വരാതിരിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ജോയിൻ ചെയ്യുക. അപ്പോൾ ക്രോസ് പീസാണ് നമ്മൾ ബാക്കിലെ നെക്ക് പാർട്ടിൽ നമ്മൾ ചെയ്യുന്നത്. ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ നെക്ക് ജോയിൻ ചെയ്യുക. ഫ്രണ്ടിൽ നമ്മൾ ക്യാൻവാസ് വെച്ചിട്ട് എത്രയാണോ നിങ്ങൾക്ക് ലെങ്ത്ത് വേണ്ടത് ഫ്രണ്ടിൽ ആ ഒരു ലെങ്ത്തിൽ നമ്മൾ മാർക്ക് ചെയ്യുക. എത്രയാണോ വിഡ്ത്ത് വേണ്ടത് അതും മാർക്ക് ചെയ്യുക. അതോടൊപ്പം എക്സ്ട്രാ നമുക്ക് എത്രയാണോ വീതി വേണ്ടത് 1.5 ഇഞ്ചോ 2 ഇഞ്ചോ വീതി കൊടുത്തിട്ട് നമ്മൾ ക്യാൻവാസിൽ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രണ്ട് പാർട്ടിലേക്ക് നമ്മൾ നെക്ക് ജോയിൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബാക്കി വരുന്ന ഇതേപോലത്തെ ഒരു പീസ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു ക്യാൻവാസ് അയൺ ചെയ്തെടുക്കാനുണ്ട്. അതേപോലെ തന്നെ ഈ പീസിൽ ബാക്കി വരുന്ന പോർഷൻ നമുക്ക് ഇതേപോലെ ക്രോസ് പീസ് കട്ട് ചെയ്യാൻ എടുക്കുക. അതേപോലെ നമ്മൾ 2 ഇഞ്ചാണ് വീതി കൊടുക്കുന്നത്. അപ്പോൾ 2 പീസ് നമുക്ക് ജോയിൻ ചെയ്താൽ ആ ഒരു ബാക്കിലേക്കുള്ള നെക്കിൻ്റെ ആ ലെങ്ത്ത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ 2-3 പീസ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എത്ര വേണ്ടി വരാമെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ 2 പീസ് ഇതേപോലെ 2 ഇഞ്ച് വീതിയിൽ നമ്മളിങ്ങനെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് കട്ട് ചെയ്ത് പോവാം. ഞാനൊരു 3-4 എണ്ണം കൊടുക്കുന്നുണ്ട്. നമുക്ക് വേറെ എന്തിനെങ്കിലും ആവശ്യം വരികയാണെന്നുണ്ടെങ്കിലൊക്കെ ഒരു പീസ് നല്ലതാണല്ലോ.
അപ്പം 2 കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. അത്യാവശ്യം ലെങ്ത്ത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു 2 തന്നെ ജോയിൻ ചെയ്താൽ നമുക്ക് ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്ന് കണ്ടാൽ പിന്നെ അതിൽ ജോയിൻ ചെയ്യാമെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ 2 പീസ്, ഇത് ക്ലോത്ത് തന്നെ 3 പീസ് ക്ലോത്ത് ഉണ്ട്. അപ്പോൾ ഇതിൽ ഒന്ന് തന്നെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് 4 പീസ് നമുക്ക് അതിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് തന്നെ ധാരാളമാണ്. ബാക്കിയുള്ള പോർഷൻ നമുക്ക് അവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഇത് മതി നമുക്ക്. അതിൻ്റെ കോണായിട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ എളുപ്പത്തിന് മാറ്റി വെക്കാം കേട്ടോ. ഇതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ആ സമയത്ത് തന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എല്ലാം കട്ട് ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് നെക്കിൻ്റെ ആ ഒരു ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ക്യാൻവാസ്, അപ്പോൾ 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുള്ളൂ. 1 ഇഞ്ചിൽ ഇതേപോലെ നമ്മൾ ഷേപ്പായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ എക്സ്ട്രാ വരുന്നതും കട്ട് ചെയ്ത് അകത്തുള്ളതും കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പോർഷന് നമുക്ക് വിട്ടാണെന്നുണ്ടെങ്കിൽ നെക്കിൻ്റെ ആ ഒരു നെക്ക് നമ്മൾ ഇതേപോലെ വെക്കുന്ന സമയത്ത് ചിലപ്പോൾ വൈഡായി പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വൈഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു സ്റ്റെപ്പാണ്. ഇവിടുന്ന് നമ്മളിതാ ഈ ഒരു സൈഡിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അകത്തൂടെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് കട്ട് ചെയ്യാതെ ഒരു ചെറിയൊരു പോർഷന് നമുക്കവിടെ വെക്കാം. അങ്ങനെ ആവുന്ന സമയത്ത് നമ്മുടെ നെക്ക് ഒരുപാട് വൈഡായി പോകില്ല, അവിടെ കറക്റ്റായിട്ട് നിന്നോളും. അപ്പോൾ ഇത് ജസ്റ്റ് നന്നായിട്ട് ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. എങ്ങനെയാണ് അവിടെ നമ്മൾ കട്ട് ചെയ്യുന്നത്, നെക്ക് ഫുള്ളായിട്ട് കട്ട് ചെയ്യാതെ അവിടെ ഒരു പോർഷന് നമ്മൾ ജസ്റ്റ് ഒരു 1/4 ഇഞ്ച് 1/2 ഇഞ്ചിൽ നമ്മൾ അവിടെ വിടും. അകത്ത് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കൂലേ, അകത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് പോകുന്ന സമയത്ത് ഫുള്ളായിട്ട് കട്ട് ചെയ്യാതെ അവിടെ ഒരു ചെറിയൊരു പോർഷൻ വിടാം. അവിടെ വരെ മതി. അവിടെ വരെ നമ്മൾ കട്ട് ചെയ്തിട്ട് അവിടെ നിർത്തിയിട്ട് ഇവിടുന്ന് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് നമുക്ക് കട്ട് ചെയ്യാം, ഫുള്ളായിട്ട് കട്ട് ചെയ്ത് പോവാതെ. അപ്പോൾ നമുക്ക് ആ നെക്കിൻ്റെ ആ ഒരു വൈഡ് ആവുന്ന ഒരു പ്രശ്നം നമുക്കുണ്ടാവില്ല. ബിഗിനേഴ്സിനാണ് കേട്ടോ, മറ്റവർക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. ബിഗിനേഴ്സിനായിരിക്കും ഇതൊക്കെ ചെറിയൊരു പ്രശ്നമായിട്ട് വരിക. അപ്പം കറക്റ്റ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നത് നല്ലതാണ്. ഒരു പെർഫെക്ഷൻ ആണല്ലോ എല്ലാം നമ്മൾ ചെയ്യുന്ന ഏതൊരു ടോപ്പായിക്കോട്ടെ പാൻ്റായിക്കോട്ടെ എല്ലാത്തിനും ഒരു പെർഫെക്ഷൻ ഉണ്ടാകുമ്പോൾ നമ്മളൊരു മെയിൻ സ്റ്റിച്ചർ ആവുന്നുള്ളൂ. അപ്പം എല്ലാം നമ്മൾ ചെയ്യുന്നതൊക്കെ അത്യാവശ്യം പെർഫെക്റ്റ് തന്നെ ആയിട്ട് ചെയ്ത് പഠിക്കുക, അതേപോലെ തന്നെ ചെയ്ത് പോവട്ടോ. പിന്നെ നമുക്ക് ബാക്കി വരുന്ന ഈ ഒരു പോർഷനിൽ നമ്മൾ ഈ ഒരു നമ്മുടെ ക്യാൻവാസ് വെച്ച് അയൺ ചെയ്യുക. ആ അയൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് പീസ് കുറവാണ് തോന്നുകയാണെങ്കിൽ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ജോയിൻ ചെയ്തെടുക്കും ആ ഒരു പീസിലേക്ക്. അപ്പോൾ ഇത്രയൊക്കെയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക്